പറഞ്ഞ സഹോദരങ്ങളെ, സ്വന്തം ശരീരത്തോട് ചില കാര്യങ്ങളൊക്കെ പുരുഷന്മാരും സ്ത്രീകളും ധർമ്മപരമായി ശാസിക്കണം. സ്വന്തത്തോട് നിർബന്ധമായി കൽപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിച്ചാൽ അല്ലാഹു പറയുന്നു, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗത്തിൽ സ്വന്തം ശരീരങ്ങളെ കഠിനാധ്വാനം ചെയ്തിട്ട് നന്മകളിലായി പലതും പഠിപ്പിച്ച് പല തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ധർമ്മസമരം നടത്തി ജീവിച്ച ആളുകൾ, വാളെടുത്ത് പയറ്റിയിട്ട് അക്രമം ചെയ്തിട്ടല്ല. വല്ലദീന ജാഹദൂ ഫീനാ, നമ്മുടെ കാര്യത്തിൽ ആത്മസമരം ചെയ്ത് ജീവിച്ച ആളുകൾ, ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മുടെ മാർഗങ്ങളിലേക്ക് നമ്മൾ അവരെ ചേർക്കും. അല്ലാഹു തആലയുടെ വാഗ്ദാനമാണ്. ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചില്ലേ, വിശദമായി തന്നെ പഠിപ്പിച്ചു. അങ്ങനെ സമരം ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക്, ദൃഢനിശ്ചയത്തോടെ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് 10 കാര്യങ്ങൾ ഉണ്ടാകണം. ജറബൂഹാലി അൻഫുസിഹിം, അവരെ ശരീരങ്ങൾക്ക് അവ ഒരു പരിശീലന കളരിയാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം, അല്ലാ യഹ്ലിഫൽ അബ്ദു ബില്ലാഹി അസ്സ വജല്ല സ്വാദിഖൻ വലാ കാദിബാ ആമിദൻ വലാ സാഹിയാ, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്യരുത്. സത്യമായ കാര്യത്തിനാണെങ്കിലും ചെയ്യരുത്, അല്ലാത്തതിനും ചെയ്യരുത്. ബോധപൂർവവും ചെയ്യരുത്, മറന്നിട്ടും ചെയ്യരുത്. അള്ളാഹിനെ കൊണ്ട് ഒരു വിഷയത്തിനും സത്യം ചെയ്യരുത്. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് നമ്മളൊരു കാര്യവും പറയരുത്. കാരണം എന്താണെന്നറിയോ? ഒരാൾ അങ്ങനെ സത്യം ചെയ്ത് പതിവാക്കിയിട്ട് വല്ലപ്പോഴും ആ സത്യം ചെയ്ത കാര്യം ഒഴിവാകുന്ന സാഹചര്യം വന്നാൽ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ പോലും അതേ ലാഘവത്തോടെ കണ്ടവനായി. പടച്ചോനാണ് സത്യം എന്ന് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് അത് പതിവാക്കാനോ അല്ലെങ്കിൽ ഇത് ചെയ്യാനോ കഴിയാതിരുന്നാൽ നമ്മൾ ആ സത്യം ചെയ്തത് പാരയാണ് അല്ലാഹു തആലാനെ മുന്നിൽ വെച്ചാ സത്യം ചെയ്തത്. പടച്ച റബ്ബിനെ പോലും പരിഗണനയില്ലാതായി പോകും. അതുകൊണ്ട് വേണ്ട, മറന്നിട്ടും വേണ്ട, ബോധപൂർവവും വേണ്ട, സ്വാദിഖായിട്ടും വേണ്ട, കാദിബായിട്ടും വേണ്ട, അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യാതിരിക്കുക. രണ്ടാമതായി മഹാനവറുകൾ പറഞ്ഞു, സ്വന്തം ശരീരത്തിന് ശീലമാക്കേണ്ടത് അയ്യജ്തനിബൽ കദിബ ഹാസിലം വജാദ്ദാ, കളിയിലും കാര്യത്തിലും കള്ളം പറയാതിരിക്കുക. തമാശക്ക് പറഞ്ഞാണ്, എന്നാലും കളവ് എഴുതപ്പെടും. തമാശക്ക് എന്ന് പറഞ്ഞിട്ടൊരു കളവൊന്നും ഹലാലായിട്ടില്ല. അങ്ങനെ ഒരു ഹലാലായിട്ടുണ്ട് ഒരു കളവ്. തമാശക്കൊരു കളവില്ല. കാര്യത്തിലും കളവ് പറയാൻ പാടില്ല, തമാശക്കും കളവ് പറയാൻ പാടില്ല. കളവാകുന്ന വാക്ക് അല്ലാത്ത വാക്ക് പറയുന്ന ചില രൂപങ്ങളുണ്ട്. തൗരിയത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിൽ മറച്ചു പറയാം. ആ വാക്കിന്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ അത് സത്യമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയും. അങ്ങനെ ഒരു രൂപം സ്വീകരിക്കാണ് വേണ്ടത്. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒക്കെ സ്വീകരിച്ചതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ മുശ്രിക്കുകൾ ആഘോഷത്തിന് ക്ഷണിച്ചു, ശിർക്കിന്റെ ആഘോഷത്തിന്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നി സഖീം, എനിക്ക് സുഖല്ലാന്ന് പറഞ്ഞു. സുഖല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാര്യത്തിന് പോരുന്ന എനിക്ക് സുഖല്ലാന്ന്. ഇന്നി സഖീമുൽ ഖൽബ്, നിങ്ങളെ ഈ വിഷയത്തിന് പങ്കെടുക്കുന്നതിന് ഞാൻ മാനസികമായിട്ട് അസുഖമുള്ള ആളാണ്. എനിക്കതിൽ തൃപ്തിയില്ല, വേദന ഉണ്ട്. അതുകൊണ്ട് എന്നെ ക്ഷണിക്കരുത്, നിങ്ങൾ പോയിക്കോളൂ. കേട്ട ആള് കേൾക്കുന്ന ആൾക്കാർ വിചാരിച്ചു ശാരീരികമായിട്ടും വല്ല അസ്വസ്ഥത ഉണ്ടാകും, അതുകൊണ്ട് നമ്മൾ ഇനി ബുദ്ധിമുട്ടാക്കണ്ടെന്ന് കരുതി അവര് പോയി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ചത് ഇന്നി സഖീമുൻ ഐ സഖീമുൽ ഖൽബ്, എനിക്ക് മനോവേദനയുണ്ട്, മാനസികമായിട്ട് എനിക്ക് പ്രശ്നമുണ്ട്, വിഷമമുണ്ട്, നിങ്ങളെ കൂടെ വരാൻ നിങ്ങൾ പോയിക്കൊള്ളിന്ന. അതിന് കളവ് എന്ന് പറയില്ല, അതിന് തൗരിയത്ത് എന്ന് പറയും. അങ്ങനെ പറയുന്നതിന് കുറ്റമില്ല. കള്ളം പറയാൻ പാടില്ല, കാര്യത്തിലും പറയരുത്, കളവായിട്ടും പറയരുത്.
കാര്യത്തിനും പറയാൻ പാടില്ല, കളവായിട്ടും പറയാൻ പാടില്ല, തമാശക്കും പറയാൻ പാടില്ല. തമാശക്കും ഒരു കള്ളം പറഞ്ഞുകൊണ്ടും ജയിക്കരുത്. അതൊരു ജയാകൂല, അതൊരു പരാജയമാണ്. സത്യം പറഞ്ഞാൽ എവിടെയും ജയിക്കാൻ പറ്റും. കള്ളം പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു സമയത്ത് പൊളിയും സഹോദരങ്ങളെ. അതുകൊണ്ടല്ലേ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരന്മാര് പറഞ്ഞ കളവ് പൊളിഞ്ഞു പോയത്? 10 ആളും കൂടി വന്നിട്ട് കള്ളം പറഞ്ഞില്ലേ? എന്താ അവര് കള്ളം പറഞ്ഞത്? അവര് കുപ്പായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കുപ്പായം വഹിച്ചിട്ട് ആ കുപ്പായത്തിന്റെ മേലെ രക്തക്കറകളൊക്കെ പുരട്ടിയിട്ട് സുബ്ഹാനല്ലാഹ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം അവര് കൊണ്ടുവന്നിട്ട് അവര് പറഞ്ഞില്ലേ ബാപ്പയോട്, നമ്മുടെ സഹോദരനെ ചെന്നായ ഭക്ഷിച്ചുപോയി, ഞങ്ങളെ സാമഗ്രികളൊക്കെ നോക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ഇരുത്തിപ്പോയതാണ്, പക്ഷേ പെട്ടെന്ന് ചെന്നായ വന്ന് തിന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കുപ്പായം നോക്കിയിട്ട് ഉപ്പ ചോദിച്ചു, മക്കളെ ചെന്നായ നല്ല യുക്തിയുള്ള ചെന്നായയാണല്ലോ, കുടുക്ക് അയക്കാതെ വലിച്ചു കീറാതെ അതേ കുപ്പായം ഇങ്ങനെ പതുക്കെ ഊരി വെച്ചിട്ട് ശരീരം മാത്രം പിടിച്ചു കൊണ്ടുപോയതാണോ? കളവ് പറഞ്ഞ ഇവരിത് കുപ്പായം കീറാൻ മറന്നുപോയി. കുപ്പായത്തിന് ചോരൊക്കെ പുരട്ടിയിട്ടുണ്ട്, പക്ഷെ കുപ്പായത്തിന്റെ കുടുക്കൊക്കെ ബട്ടണൊക്കെ ഇട്ടിട്ട് കുപ്പായം കീറാൻ മറന്നുപോയി. കീറാൻ മറന്നപ്പോ തന്നെ ആ പറഞ്ഞത് കളവാണ് എന്ന് ഈ രൂപം കണ്ടപ്പോ തന്നെ തിരിഞ്ഞു. കള്ളം പൊളിയും എങ്ങനെയും, അത് കുറെ കാലം കഴിഞ്ഞാലും പൊളിയും. ഓ, നല്ല യുക്തിമാനായ ചെന്നായാണല്ലോ, കുപ്പായം ഇങ്ങനെ കുടുക്കൊക്കെ ഇങ്ങനെ അയച്ച് റെഡിയാക്കി ഒരു ഭാഗത്തിട്ടിട്ട് ബോഡി മാത്രം കടിച്ചു കൊണ്ടുപോയതാണോ എന്ന് ചോദിച്ചു. അപ്പയാണ് അവർക്ക് മനസ്സിലായത് നമ്മൾ കുപ്പായം കീറിയില്ലല്ലോ. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ കുപ്പായം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കീറണ്ടേ? ഈ തിരക്കിനിടയിൽ ബേജാറിനിടയിൽ അത് മറന്നുപോയി. കണ്ടാ, അതാ കളവൻ പൊളിഞ്ഞുപോയി. കളവ് എപ്പോഴും പൊളിയും, കള്ളം പറയാൻ പാടില്ല. മൂന്നാമതായി ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു, അയ്യഹദറ അയ്യഇദ അഹദൻ ശൈഅൻ ഫയുഖ്ലിഫുഹു ഇയ്യാ. ആരോടെങ്കിലും എന്തെങ്കിലും വാഗ്ദത്തം ചെയ്തിട്ട് അത് ലംഘിക്കുന്നത് സൂക്ഷിക്കണേ. ബാപ്പമാര് മക്കളോടാണെങ്കിലും കിന്നാരം പറയുന്ന സമയത്ത് സ്വന്തം പത്നിയോടാണ് വാഗ്ദത്തം ചെയ്യുന്നതെങ്കിലും ചെയ്യുന്ന വാഗ്ദാനം ലംഘിക്കുന്നത് സൂക്ഷിക്കണം. വാഗ്ദത്തം എപ്പ ചെയ്താലും അത് പാലിക്കുന്നവനാകണം. കുട്ടികള് നല്ല ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുമ്പോ ബാപ്പാന്റെ വക ഓഫറാണ്, മക്കളെ എല്ലാവരും നല്ല ഫസ്റ്റ് മാർക്കോടെ പാസ്സായിക്കോളൂ എന്നാ ബാപ്പങ്ങളെല്ലാരും ഉംറക്ക് കൊണ്ടുപോകും. പറയുമ്പോ ബാപ്പ അതിന്റെ ചെലവൊന്നും കണക്കൂട്ടിയിട്ടില്ല. മക്കള് നന്നായി പഠിച്ച് അധ്വാനിച്ചവര് ജയിച്ചു ഫസ്റ്റ് മാർക്ക് വാങ്ങി. കുട്ടികൾ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ വർഷം നിങ്ങൾ പറഞ്ഞല്ലോ ഫസ്റ്റ് മാർക്ക് വാങ്ങിയാൽ ഉംറക്ക് കൊണ്ടുപോകാന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞിരുന്ന. അപ്പൊ അപ്പുറത്ത് ഉമ്മയും പറഞ്ഞു എന്നുള്ള റെഡി തന്നെ. എന്നാ പിന്നെ കൊണ്ടുപോകാന്നുള്ളത് ലംഘിക്കാൻ പാടില്ല, അത് കൊണ്ടുപോകണം. വാഗ്ദത്തം ചെയ്ത് ലംഘിക്കാൻ പാടില്ല, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും. ചില ആൾക്കാർ വരാന്ന് പറയും, വരാന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോ ഒരു പക്ഷെ പിന്നെ വരുന്നൊരു പക്ഷെ അവരെ മയ്യത്തായിരിക്കും. വരാന്ന് പറഞ്ഞാൽ വരണം, വരാൻ കഴിയില്ലെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്താൽ വരും ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞേക്കും. നിങ്ങൾ വരും തീർച്ചപ്പെടുത്തി പറഞ്ഞാൽ പോകണം. ഞാൻ എവിടെ എത്തും, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട, വാഗ്ദത്തമാണ്. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ ഞാൻ വരും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വരാൻ കഴിയില്ല. നമ്മൾ വരും തീർച്ചപ്പെടുത്തി പറഞ്ഞു, സമയം കറക്റ്റായി പറഞ്ഞു, ആള് കാത്തുന്നു. നമ്മൾ എത്തിയില്ലെങ്കിൽ എങ്ങനാകൂലേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കടം വാങ്ങിയ ഒരു വ്യക്തി ആ കടം വാങ്ങിയ വസ്തു തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്നാലിന്റെ സ്ഥലത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ കറക്റ്റ് സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നു നിന്നു. അദ്ദേഹം അന്നും വന്നില്ല, പിറ്റേന്നും വന്നില്ല, മൂന്നാമത്തെ ദിവസം ഇങ്ങനെ വരുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം ഇങ്ങനെ വരുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, നീ എന്ത് മനുഷ്യനാ? എന്നോട് ഇവിടെ വന്നു നിൽക്കാൻ വേണ്ടി പറഞ്ഞ എന്നാ? ഇന്നലെ അല്ല, അതിന്റെ മുമ്പ് 2 ദിവസമായി, മൂന്നാമത്തെ ദിവസമാണെന്ന്. അദ്ദേഹം കുറെ ഒഴിവകയോ പറഞ്ഞു, വാഗ്ദത്തം ലംഘിക്കരുത്, വാഗ്ദത്തം ലംഘിക്കരുത് എന്ന് തങ്ങൾ പറഞ്ഞു. വാഗ്ദത്തം ലംഘിക്കരുത്.
വാഗ്ദത്തം ചെയ്യുന്നത് അത് പരിപൂർണമായും പാലിക്കാനാകണം ശ്രമം. ആരോട് വാഗ്ദത്തം ചെയ്തതും ഏതാളോടാണെങ്കിലും ശരി, സ്വന്തക്കാരോടാകട്ടെ പുറത്തുള്ളവരോടാകട്ടെ. നാലാമത്തെ കാര്യം അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ഒന്നിനെയും ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കുന്നത് വർജിക്കണം. സഹോദരങ്ങളെ, അതൊരു ചെറിയ പൂച്ചയാണെങ്കിലും ശരി, നായനെയാണെങ്കിലും ശരി, അല്ല ഒരു പാമ്പിനെയാണെങ്കിലും ശരി, നമ്മെ ഉപദ്രവിക്കുന്ന ജീവിയാണെങ്കിലും ശരി, ആക്ഷേപിക്കരുത്. ആക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വിവിധ രൂപത്തിലുള്ള ആളുകളെ കാണാം, വിവിധ സ്വഭാവക്കാരെ കാണാം. ലഅനത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വർജിക്കുക. അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതേ സമയത്ത് നമ്മളെ വക നമ്മളൊരു ശാപത്തിന്റെ വാക്ക്, നമ്മളെ വക ഒരു ശാപത്തിന്റെ വാക്ക് വേണ്ടല്ലോ. ഇബ്ലീസിനെ പറ്റി പറയുമ്പോഴും നമ്മളെ വകയല്ലല്ലോ ശാപമുള്ളത്. എന്താ പറയുന്നത്? ലഅനത്തുല്ലാഹി അലൈഹി എന്നല്ലേ? അത് അല്ലാഹുവിന്റെ ശാപമല്ലേ പറയുന്നത്? ഞാൻ ശപിച്ചിരിക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ എന്നല്ലേ പറയുന്നത്? അത് അല്ലാഹു അത്തരത്തിൽ ശാപം നൽകിയത് കൊണ്ടാണ്. നമ്മൾ ആരെയും ശപിക്കരുത്. ഔ യുദീ ദർറതൻ ഫമാ ഫൗഖഹാ, ഒരു ചെറിയ ജീവിയെ പോലും ശല്യം ചെയ്യരുത്, ആക്രമിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. ലിഅന്നഹാ മിൻ അഖ്ലാഖിൽ അബ്റാരി വസ്സാദിഖീൻ, അത് മഹാന്മാരുടെ സ്വഭാവങ്ങളിൽ പെട്ടതാണ്. ആരെയും ശല്യം ചെയ്യാതിരിക്കുക. കേട്ടിട്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, എത്ര വലിയ മഹാനുഭാവനാണ്. ഔലിയാക്കളിൽ എത്ര വലിയ സ്ഥാനമുള്ള ആളാണ് ദിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു. വുളു എടുത്തു കഴിഞ്ഞിട്ട് രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിയിട്ട് നിൽക്കുന്നു. ശിഷ്യനായ യാക്കൂബ് എന്ന് പറയുന്ന ശിഷ്യൻ നോക്കുന്നു, പഠിച്ചോനെ ഉസ്താദ് എന്താണ് കൈതാത്താത്തത്? ബക്കറ്റ് വരുന്നുണ്ട്, നല്ല സംഭാവന ഇട്ട് കൊടുക്കണം. അത് പിന്നെ പ്രത്യേകം പറയണ്ടേ ഇല്ലല്ലോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സംഭാവന കൊടുക്കുന്ന മനസ്സിലായത്. എല്ലാവരും നല്ല സ്വതക്ക് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ആ സഹോദരങ്ങളെ, കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോ എന്താ പഠിച്ചോനെ ദുആ കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്നത്? വുളൂഇന്റെ ശേഷം ദുആർക്കാൻ വേണ്ടി കൈപൊക്കിയതാണ്. ശിഷ്യനോടി വന്നിട്ട് ഉസ്താദിന്റെ കൈ പിടിച്ചു. ഉസ്താദിന്റെ കൈ പിടിച്ചപ്പോഴതാ ഒരു കൊതുക്. ആ കൊതുക് അതിന്റെ പള്ളയൊക്കെ നിറച്ചങ്ങനെ പാറിപ്പോകുന്നു. ഒരു കൊതുക് അതിന്റെ പള്ള നിറച്ചാൽ ഇത്ര കണക്കിനൊന്നും ഉണ്ടാവൂലല്ലോ, കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. കൊതുക് വന്നിങ്ങനെ കടിച്ച്, കൊതുക് കടിച്ചപ്പോ മഹാനവർകൾ കൊതുകിന് അല്ലാഹു ഇന്ന് കണക്കാക്കിയ ഭക്ഷണം ഇവിടുന്നാണെങ്കിൽ എന്നാ പിന്നെ അതങ്ങ് എടുത്തോട്ടെ എന്ന് കരുതി ഇങ്ങനെ നിന്ന് കൊടുത്താണ്. എന്താണ് അവരുടെ സ്വഭാവം? അല്ലാ, എന്താണ് അവരുടെ മഹത്വം? അപ്പൊ ഈ കൈ വന്ന് പിടിച്ചിട്ട് കൊതുക് മാറിയപ്പോ ശൈഖ് അവർകൾ പറഞ്ഞു ശിഷ്യനോട്, ഈ സാധുവായ ജീവി അതിന്റെ ഭക്ഷണം കഴിക്കുന്നത് നീ ശല്യമാക്കിയല്ലോ, നീ അത് സ്വീപ്പാക്കിയല്ലോ, അതതിന്റെ ഭക്ഷണം കഴിക്കരുത്, അത് കഴിച്ച് സ്വസ്ഥമായി പോയിക്കോട്ടെ എന്ന് എഴുതിട്ട് ഞാൻ അങ്ങനെ പിടിച്ചു നിന്നത്. സുബ്ഹാനല്ലാഹ്, എന്താ സഹോദരങ്ങളെ നിങ്ങൾ നോക്ക്.